الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും വസിയത്ത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മേവരെയും അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഏതാനും ആഴ്ചകളിലൂടെയായി ചർച്ച ചെയ്തു വരുന്നത് കുടുംബ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന്റെ തുടക്കം മുതൽ ഓരോ ഭാഗങ്ങളും പഠിക്കുകയും അത് കൃത്യമായി നമ്മുടെ ജീവിത രീതിയിലേക്ക് പ്രായോഗികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുള്ളത്. വ്യത്യസ്ത അവസ്ഥകളിലായി ശരീരത്തിന്റെ 5 നിയമപരിധികളിലും വരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കർമ്മമാണ് നിക്കാഹ്, വിവാഹം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഹ്കാമുൽ ഖംസ അല്ലെങ്കിൽ അഹ്കാമു ശരീഅ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് വാജിബാകുന്ന ഒരു തലം വിവാഹത്തിന് വരാനുണ്ട്. എന്താണ്? ഒരാള് വ്യഭിചാരത്തെ ഭയപ്പെടുന്നു, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് നിർബന്ധമാണ്. നമസ്കരിക്കുന്ന
ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായ സാന്നിധ്യമാകുന്ന, നന്മകളെ സ്നേഹിക്കുന്ന ആളുകൾ വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ബാക്കിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ, ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനൊരു പ്രശ്നമാണ് എന്റെ കുട്ടിയിലുള്ളത് എന്നതിന്റെ കൃത്യമായ സൂചന കിട്ടിയിട്ടും ആയിട്ടില്ല. പ്രായം തടസ്സമാക്കുന്ന അങ്ങനെ തടസ്സവാദങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിവാഹത്തെ പിന്തിപ്പിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ക്യാമ്പസ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി അവന് ബെസ്റ്റിയുണ്ട്, അതല്ലെങ്കിൽ അവൾക്ക് ബെസ്റ്റിയുണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ അറിയാവുന്ന രക്ഷിതാക്കൾ തന്നെയും കല്യാണത്തിന് മാത്രമുള്ള ഒരു ലെവലിലേക്ക് അവൻ അല്ലെങ്കിൽ അവൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ബോധപൂർവം നീക്കി വെക്കുന്ന രീതി യഥാർത്ഥത്തിൽ ശരിയായതല്ല. വിശുദ്ധ ഖുർആനിന്റെ പൊതുവായ പരാമർശം നമ്മുടെയും നമ്മുടെ മക്കളുടെയും വിഷയത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്തുൽ നൂറിൽ ആ വിഷയം അല്ലാഹു കൃത്യമായി പരിചയപ്പെടുത്താൻ 26-ാമത്തെ വചനം, അൽ ഖബീസാതു ലിൽ ഖബീസീൻ, മോശപ്പെട്ട ദുഷിച്ച ആളുകളിൽ, ദുഷിച്ച പെണ്ണുങ്ങളിൽ ദുഷിച്ച പുരുഷന്മാർക്കുള്ളതാണ്. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, ദുഷിച്ച പുരുഷന്മാർ ആ രൂപത്തിലുള്ള പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്തിട്ട് പറയാം. വത്തൊയ്യിബാതു ലിത്തൊയ്യിബീൻ, വിശിഷ്ടരായ നല്ല സൽഗുണ സമ്പന്നരായ ആളുകൾ, ലിത്തൊയ്യിബീൻ, അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ അത്തരത്തിലുള്ള പുരുഷന്മാർക്കുള്ളതാണ്. വത്തൊയ്യിബൂന ലിത്തൊയ്യിബാത്ത്, അങ്ങനെയുള്ള ആണുങ്ങള് ആ രൂപത്തിലുള്ള പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്നുകൂടി എന്ത് ചെയ്യാണ് അവിടെ പറയാം. എന്നിട്ട് ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവര് പുണ്യവാന്മാരാണ് എന്നും അവർക്ക് മാന്യമായ ഉപജീവനവും അതുപോലെ തന്നെ പാപമോചനവും ഒക്കെ ലഭിക്കും എന്ന് അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അപ്പൊ അതൊരു പൊതുവായ തത്വമാണ്. ഇതിന് വിപരീതമായി ഒന്നും സംഭവിച്ചുകൂടായികയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 80-20 പ്രിൻസിപ്പിൾ ആണ് ഈ സംഗതി. ഇപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മക്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടാൻ പോണതും ഇങ്ങനത്തെ ജീവിതമായിരിക്കും. കുറെ വൈകിട്ടുണ്ട് നമ്മൾ തന്നെ നമുക്ക് അപകടം വരുത്തി വെക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, നമ്മൾ വാജിബാകുന്ന തലാണ് ഇപ്പൊ പറഞ്ഞത്. വിവാഹം എന്ന് പറയുന്നത് എന്താണ്, വിവാഹത്തിന്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഹുക്കുമിലേക്കും വരാം എന്നാണ് എന്റെ അർത്ഥം. അതിന്റെ ഉത്തരാണ് ഒന്ന്, അത് വാജിബാണ്. മറ്റൊരു കേസിൽ ഒരു പക്ഷേ അത് സുന്നത്ത് മാത്രമാവാം, മുസ്തഹബ്, നമ്മൾ ഐച്ഛികമായ കാര്യങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സംഗതിയാവാം. അഥവാ വ്യഭിചാരം ഒരാൾ ഭയപ്പെടുന്നില്ല. ഒരു നാട്ടിൽ അയാൾ ജീവിക്കുമ്പോ കണ്ടുകൊണ്ടും കാതുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഡയറക്റ്റ് അവയവങ്ങൾ കൊണ്ട് അതിനെ പൂർത്തീകരിക്കുന്ന അവസ്ഥയും ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അഥവാ അയാൾക്ക് ഇങ്ങനെ വ്യഭിചാരത്തിലുള്ള പേഴ്സണലായിട്ട് തന്നെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ അത്തരം കാര്യങ്ങൾ അവിടെ ബാൻഡാണ്. അങ്ങനെ ഒരു രാജ്യം. അവിടെ മാത്രമല്ല, ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോഴോ നമ്മൾ വിവാഹം കഴിക്കേണ്ട നോക്കാം അല്ല. അപ്പൊ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാള് വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടൂല എന്നുണ്ടെങ്കിൽ അവിടെ അത് മുസ്തഹബാണ്, മുസ്തഹബ് അല്ലെങ്കിൽ സുന്നത്താണ്. കാരണം എന്താ, ഒരാള് ഇബാദത്തുകളെ മാത്രം ലക്ഷ്യം വെക്കുകയാണെങ്കിൽ പോലും അതൊക്കെ കിട്ടാത്തോണ്ട് ഉപയോഗിക്കാതിരിക്കല്ല, മറിച്ച് അയാള് പൂർണ്ണമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതൊരു ബേർഡൻ ആവും. എന്റെ ജീവിത സഖി ആയിട്ട് വരുന്ന ആള് ഒരു പക്ഷേ എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് എന്റെ ഇബാദത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. എന്നാ ഞാൻ നേരത്തെ ഇബാദത്തിൽ ഫോക്കസ് ചെയ്യാൻ മുന്നിട്ടാക്കാം. അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹു റസൂലിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സ്വഭാവം അന്വേഷിച്ച് വന്നപ്പോ റസൂൽ അവിടെ ഇല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി കൊടുക്കുന്ന വിവരം എന്താ?
പത്നി കൊടുക്കുന്ന വിവരം പിന്നെ ആ കാര്യങ്ങൾ കേൾക്കുന്നു. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട്. കാരണം ഒരാൾ ചോദിച്ചത് ഈ വിഷയം, ഞാൻ വിവാഹം പോലും കഴിക്കുന്നില്ല, ആരാധനകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണ് എന്റെ ജീവിതം, അങ്ങനെയുള്ള ഒരു ഇസ്ലാം ഇല്ലട്ടോ എന്ന് ഞാൻ അതിന്റെ ഒരു ചെറിയ രൂപം പറഞ്ഞത്. അപ്പൊ ആ രൂപത്തിൽ പിന്നെ ഇസ്ലാമിനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ ആയിരുന്നില്ല. അല്ലാഹു റസൂലിന്റെ പിന്നെ ആരാധനകളുടെ മഹത്വമൊന്നും വേറെ ആർക്കും അവകാശപ്പെടാനില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റസൂലിന്റെ പിന്നെ സുന്നത്തായി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കാം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു നിയമം വരുന്നത് ഹറാമാണല്ലോ. അപ്പോ വിവാഹം കഴിക്കുന്നതിലൂടെ എന്നിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന് ഉപദ്രവം സംഭവിക്കുമെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം ഹറാമാണ്. ഞാൻ ആ വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ വിവാഹ ജീവിതം കൊണ്ട് എന്റെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ എനിക്ക് എന്തെങ്കിലും ലൈംഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് അവിടെ. അപ്പൊ എന്തായി, നിക്കാഹ് ആണ്. അതിന്റെ ഹുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് വാജിബാണ്, ചിലർക്ക് അത് മുസ്തഹബാണ്, ചിലർക്ക് അത് ഹറാമാണ്, അതിന് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇന്റർസെക്സ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ പിന്നെ പ്രത്യേകിച്ച് കോമാളിത്തരം കാണിക്കല്ല, അതിന്റെ ഹുക്കുമിനെ മാനദണ്ഡമാക്കുക എന്നുള്ള ആ കാര്യത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഞാൻ അതിന്റെ വിശദമായ ഡീറ്റെയിലുകളിലേക്ക് പോകില്ല, മറിച്ച് അതൊക്കെ മറ്റു സന്ദർഭങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ മക്റൂഹായി വരാം. ലൈംഗിക പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ ഇയാളെടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ വിവാഹം വെറുക്കപ്പെട്ടതായി മാറാം. ഇനി അതും അല്ലെങ്കിൽ പിന്നെ എല്ലാ സാഹചര്യത്തിലും വിവാഹം ആകുന്ന ഒരു രീതിയാണ് മുബാഹ്, ഹലാൽ വിവാഹം എന്ന് പറയുന്നത്. അത് അനുവദനീയമായിട്ടുള്ള ഒരു രീതിയാണ്. മോസ്റ്റ് ഓഫ് ദ കേസിലും അത് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ വിവാഹവുമായി ബന്ധപ്പെടുത്തിയ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നത് നമ്മൾ അതിന്റെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാഹത്തിന് വിശ്വാസി എന്ത് ലക്ഷ്യം വെക്കേണ്ടത്? ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ വിവാഹത്തിന് കണക്കാക്കേണ്ട 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഇൻഷാല്ലാഹ് പറയുന്നത്. അതിലൊന്ന് പരിപൂർണമായ സംതൃപ്തിയും എന്റെ ഭാരങ്ങളിൽ ഇറക്കി വെക്കാനുള്ള ആ ഒരു സാധ്യതയും. ഇത് ആണിനും പെണ്ണിനും അനുഭവിക്കാൻ കഴിയണം. ഒരു വാക്ക് മാത്രമല്ല, എന്റെ ബാധ്യത, എന്റെ ഭാരങ്ങൾ മുഴുവൻ, എന്റെ ടെൻഷൻ മുഴുവൻ ഇറക്കി വെക്കാൻ ഒരു സോഴ്സ് വേണം. അത് ഇങ്ങനെ പേര് കാണാൻ പോരാ, അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ ഒരു സോഴ്സ് വേണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 11ാമത്തെ ലക്ഷ്യം എന്നാണ്. നമ്മൾ 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പറഞ്ഞാൽ ഈ 3 ലക്ഷ്യങ്ങൾ നമ്മൾ ഓർക്കണം. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് പരിപൂർണ സംതൃപ്തി അടയാൻ. അതിൽ നമ്മളെ ഭാഷയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ. ഇതൊരു ദൃഷ്ടാന്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് പടച്ചോൻ പരിചയപ്പെടുത്തിയ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ഒക്കെ കൂടെ ഓർമ്മപ്പെടുത്തിയ വിഷയം സൂറത്തുൽ റൂം പരിശോധിച്ചാൽ മതി. ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്തുകൾ പരിശോധിച്ച് ക്ലിയർ ആവും. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഇണകളായി നിങ്ങളെ സംവിധാനിച്ചു. എന്തിനു വേണ്ടിയാണ്? ആണിനും പെണ്ണിനും ഒക്കെ പരസ്പരം സംതൃപ്തി ഉണ്ടാകാൻ. പെണ്ണ് കെട്ടി കാല് കെട്ടി അല്ലെങ്കിൽ വല്ലാത്ത വല്യകാലിലേക്ക് ചെന്ന് കൂപ്പുകുത്തി എന്നൊക്കെ പല ഉദാഹരണങ്ങളും ചേർത്തി പറയാറുണ്ടല്ലോ. അങ്ങനെയല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. പരസ്പരം അവർക്ക് സംതൃപ്തി അടയാൻ, അവളിലേക്ക് ചായാൻ, അവൾക്ക് അവനിലേക്ക് ചായാൻ. ഇത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതിയുടെ കാരണം എന്താണ്? അവനാണ് കാരുണ്യവും പ്രേമവും സന്നിവേശിപ്പിച്ചത്. മവദ്ദത്ത് എന്നാണ് പറഞ്ഞത്. മവദ്ദത്തും റഹ്മത്തും സംഗമിക്കുന്ന വേദിയാണ് വിവാഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ഇത് കല്യാണം കഴിഞ്ഞ ആളുകളും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഈ ലക്ഷ്യം ആണോ നമ്മുടെ അജണ്ടയായി മാറുന്നത് എന്നത് പ്രത്യേകം ഓർക്കണം. അതോടൊപ്പം ഞാനും അങ്ങനെ ആകാൻ ശ്രദ്ധിക്കും വേണം. ഈ ലക്ഷ്യം മരണം വരെ ഇല്ല, മരണാനന്തരവും നമ്മളെപ്പോലെ ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നിസ്സാരമായ വിഷയമല്ല ഇത്. ഈ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ പിരിഞ്ഞു നിൽക്കാൻ സാധിക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു പെണ്ണ് പെട്ടെന്ന് പെണ്ണിന്റെ വാപ്പ വരന്റെ കരം പിടിച്ചിട്ടിതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അതിനുശേഷം പിന്നെ അവരൊന്നാവാണ്. ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയി നിൽക്കാൻ പാകപ്പെടുന്ന ഒരു മനസ്സ് അത് അവിടെ മുതൽ ഉണ്ടാകുന്നതാണ്. നേരത്തെ എന്താ പറയാ ലിവിങ് ടുഗദർ ഒക്കെ നയിച്ചിട്ട് കണ്ടെത്തിയ ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോ അത് അവിടെ മുതൽ സാധ്യമായത് എന്തുകൊണ്ടാണ്? അത് അള്ളാന്റെ ഇടപെടലുണ്ട്. മവദ്ദത്തും റഹ്മത്തും അള്ളാഹ് തന്നതാണ്. ഇതിനൊരു പ്രത്യേകത എന്താ അറിയോ? ഈ മവദ്ദത്തും റഹ്മത്തും വേറെ ഒരു സാഹചര്യത്തിലും യോജിച്ചു വരില്ല. വിവാഹത്തിലല്ല. മവദ്ദത്തും റഹ്മത്തും ഉമ്മയും മകനും ഉള്ളതിൽ ഇല്ല. അവിടെ റഹ്മത്താണ്. വ്യഭിചാരത്തിൽ റഹ്മത്തില്ല, മവദ്ദത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതേ ഉള്ളൂ. രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ അവിടെ റഹ്മത്ത് മാത്രമേ ഉള്ളൂ. ശാരീരിക ബന്ധിതമായ ഒരു തൃഷ്ണ അവിടെ ഇല്ല. ഇനി നമ്മൾ ഇത് ആലോചിച്ച് നോക്കുക. ഈ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കാൻ നടക്കുന്നതാണ് പുതിയ കാലത്തെ പ്രശ്നം. വിവാഹത്തിന് മുമ്പ് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വിവാഹത്തിന് ശേഷം ഇത് കിട്ടൂല. അത് വിവാഹത്തിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് കൃത്യമായ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളിൽ. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പ്രായം കൂടുന്തോറും കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹം നിലനിർത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വല്യപ്പയും വല്യമ്മയും ശാരീരിക ബന്ധിതമായ ഒരു സ്നേഹമല്ല, മറിച്ച് പണ്ടത് ഉണ്ടായിരുന്നു. അതോടൊപ്പം ആ റഹ്മത്തിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴും റഹ്മത്ത് നഷ്ടമായിട്ടില്ല. തിരിച്ചറിവുണ്ടാവണം. തീർന്നില്ല. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായും എനിക്ക് അവളിലും അവൾക്ക് എന്നിലും സംതൃപ്തി അടയാൻ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ. ടെൻഷൻ, സ്ട്രെസ് എല്ലാം അതിന് തക്കതായ രൂപത്തിൽ ആണപ്പെടുമ്പോ പാകപ്പെടുക എന്നുള്ളത് വേറെ വിഷയം, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളുണ്ടാവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. എന്തിനാ വിവാഹം കഴിക്കുന്നത്? സംതൃപ്തി അടയാൻ മാത്രമാണോ? അല്ല, ഒരു തലമുറയുടെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടത്. ഒരിക്കൽ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാന് ഒരു പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ നല്ല സൗന്ദര്യമുണ്ട്, അവളുടെ തറവാട് കുശലാണ്, പക്ഷേ അവൾ പ്രസവിക്കാത്തവളാണ്, അവൾക്ക് ലൈംഗികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ റസൂലെ? കാല. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, നീ അവളെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കൊടുക്കാൻ മറുപടി പറ്റൂല. രണ്ടാമത്തെ തവണ ഇവളുടെ ഗ്രാമറും ഇവളുടെ തറവാടിത്തവും ഒക്കെ കണ്ടിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതാണ് റസൂലെ, അങ്ങനെ തന്നെയാണോ അല്ലേ എന്ന് ചോദിക്കുമ്പോ റസൂൽ വിരോധിച്ചു. മൂന്നാമതും വന്നു. എന്താ റസൂലെ എന്നവർക്ക് അപേക്ഷയുമായിട്ട് വരാൻ അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാണ്, നീ വധൂതായ സ്നേഹം മുറ്റി നിൽക്കുന്ന അങ്ങനെയുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. അവിടെ മാത്രല്ല, അൽ വലൂദ് പ്രസവിക്കുന്ന പെണ്ണിനെയും വിവാഹം കഴിക്കണം. അത് ആ ഉമ്മത്തിനെ നമ്മുടെ ഉമ്മത്തിൽ അംഗബലം ഉണ്ടാവുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. ആ പ്രയോഗമാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്നേഹമുള്ളവളാണ് പ്രസവിക്കുന്നവളാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക?
അതുമായി ബന്ധപ്പെടുത്തി അവരുടെ കുടുംബങ്ങളിലെ സ്റ്റാറ്റസ് നോക്കി കുടുംബത്തിലുള്ളവരുടെ സാഹചര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതേ നമുക്ക് അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശാസ്ത്രീയമായ എല്ലാ കണക്കെടുപ്പും കഴിഞ്ഞിട്ടാവാം എന്ന അർത്ഥം ഇതിനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിന് പ്രായോഗികമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംബന്ധം വരുമ്പോൾ അത് വേണ്ടാന്ന് നോക്കലാണ് ഹൈർ. കാരണം ആ ഒരു സുന്നത്തിൽ നമുക്ക് പൂർണ്ണമായി നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി എന്തിനാ ഈ മക്കൾ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കള് കരിയറൊക്കെ ഉഷാറാക്കി അവര് നമുക്ക് കുറെ അവരിലൂടെ നമുക്ക് കുറെ തക്കാസുകളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ നെഗറ്റീവായിട്ടാ പുറം വേണ്ടെന്നല്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് അതിന് വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വിവാഹത്തിന്റെ ലക്ഷ്യമാകേണ്ടത് എന്റെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, എന്റെ കുടുംബത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ലക്ഷ്യമാക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? നമുക്ക് പരലോകത്ത് സമ്പാദ്യം ഉണ്ടാവും. വെറുതെ പറയാനല്ല, നമുക്ക് പരലോകത്ത് സമ്പാദ്യം ഉണ്ടാവാൻ. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഇദാ മാതൽ ഇൻസാൻ ഇദാ മാത ഇബ്നു ആദം, ഇബ്നു ആദം ആദമിന്റെ സന്താനം മരിച്ചാൽ, ഈ മനുഷ്യൻ മരിച്ചാൽ എന്നൊക്കെ പറഞ്ഞു പറയണേ. ഇൻ ഖതാൻഹു അമലു, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യങ്ങളല്ലാത്തതൊക്കെ പൊളിഞ്ഞു പോകും. ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്ക അവിടെ നിലനിൽക്കും. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അവന് പ്രയോജനപ്പെടുത്തിയതായ അറിവ് അവൻ ബാക്കിയാവും. ഔ വലദിൻ സ്വാലിഹിൻ യദഉ ലഹു, അതുമല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനവും മരണാനന്തരവും അവന് കിട്ടുന്ന ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ടേ ജാരിയായ സ്വതക്ക കൊടുക്കാൻ ഒന്നുകൊണ്ടും സാധിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവാം, അല്ലേ? ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കഴിയണോര് കൊടുക്കാറുള്ളതല്ല പറഞ്ഞത്. അങ്ങനെ ബേസിക്കലി കഴിയാത്ത ആൾക്കാർ. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറെ പഠിച്ച് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, ഉപകാരപ്പെടുത്തുക എന്ന് പറയുന്നതും ഒരു പക്ഷേ നമ്മൾക്ക് അറിവുള്ള ഭൗതിക വിഷയങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തേക്കാം. എന്നാൽ ദീനുമായി ബന്ധപ്പെട്ട വളർച്ചയിലും അതിന്റെ പുരോഗമനത്തിലൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. സാധ്യമാകുന്ന വിധത്തിലൊക്കെ നമ്മൾ ശ്രമിക്കാൻ മാത്രം. പക്ഷെ എല്ലാവർക്കും സാധ്യതയുള്ള ഒരു വിഷയമാണല്ലോ വലതും സ്വാലിഹും യദൂലഹും എന്നുള്ളത്. നമ്മളെ മക്കളെ നല്ല കോലത്തിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റാവുന്നത് ഒക്കെ നമ്മളെ മക്കളിലൂടെ നമുക്ക് പഠിപ്പിക്കാനും അവര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നിലയിലേക്ക് അവരെത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ പരലോകത്തെ പദവി ഒരുപക്ഷെ ഉയർത്തപ്പെടാൻ ഈ മക്കൾ കാരണമാവും. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലയർഫഉ ദറജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഉയർത്തും, ഉയർത്തുക ചെയ്യും. ലിൽ അബ്ദി സ്വാലിഹ്, സ്വാലിഹായ മനുഷ്യന്റെ ദറജ ഉയർത്തും. ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ. ആ മനുഷ്യന്മാര് പറയും, അല്ലെ ആ മനുഷ്യൻ പറയാണ് എന്താ പറയണത്? യാ റബ്ബി, യാ റബ്ബി, എന്റെ റബ്ബേ, എങ്ങനെ ഇപ്പൊ ഞാന് ഈ ഒരു അർത്ഥത്തിലായത്? ഞാൻ തന്നെയാണോ ഇപ്പൊ ഈ ദർജയിൽ നിൽക്കുന്നത്? അപ്പൊ മനുഷ്യനോട് പറയും, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ ഇസ്തിഗ്ഫാർ നടത്തിയതാണ് നിന്റെ ഈ ദറജയുടെ റീസൺ. നിന്റെ ഈ ദറജക്ക് കാരണമായി തീർന്നത് നീ ചെയ്ത അമൽ മാത്രമല്ല, നിന്റെ മക്കൾ കൂടി നിനക്ക് വേണ്ടി ഇടപെട്ടതിന്റെ ആ ഒരു കാര്യമാണ്. അപ്പൊ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, വിശ്വാസി, സ്വാഭാവികമായിട്ടും ഈ ലക്ഷ്യം ഓർത്തിട്ട് അവിടെ ഇടപെടണം എന്നുള്ള താല്പര്യം അള്ളാന്റെ റസൂലുള്ളോണ്ടാണ് അള്ളാന്റെ റസൂൽ ആ സമയത്ത് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാൻ മാ റസഖതനാ. കുറച്ചോനെ ഈ പൈശാചികമായ വസ്വാസുകളിൽ നിന്നൊക്കെ എല്ലാ നിലക്കും അത്തരം ചിന്താഗതികളിൽ നിന്നൊക്കെ മുക്തമായതിനെ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കും.
അഥവാ പൂർണ്ണമായും പടച്ചവന്റെ സംരക്ഷണമുള്ള സന്താനങ്ങൾ നമുക്കുണ്ടാവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞത് വിവാഹത്തിന്റെ ലക്ഷ്യം സമ്പൂർണമായ സംതൃപ്തിയാണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉണ്ടാവാനുള്ള ലക്ഷ്യമാണ്. മൂന്നാമത്തത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ. അപ്പൊ എന്തിനാ എന്റെ മോൻ കെട്ടുന്നത്, എന്തിനാ എന്റെ മോളെ കെട്ടിക്കുന്നത്? ഈ മൂന്ന് ഉത്തരങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഈ മൂന്ന് ഉത്തരങ്ങളാണ് നമ്മൾ നേരത്തെ ശരീരത്തിന്റെ 5 നിയമങ്ങളും ബാധകാവുന്ന രീതിയിൽ കൂടി പറഞ്ഞു. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അല്ലാഹു റസൂൽ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, നിങ്ങൾ വിവാഹത്തെത്തിയാൽ ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് ഒരു പെണ്ണിനെ പോറ്റാൻ മാത്രം ആയി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചോളണം. ആ വിവാഹം കഴിച്ചോളണം അല്ലെ? അതിന്റെ കാരണം കണ്ടതായിട്ടാണ് അത് ഒരു സബബായിട്ട് മാറും. ഫർജിനെ സൂക്ഷിക്കാൻ, ലൈംഗിക അവയവത്തെ സംരക്ഷിക്കാൻ അത് ഹേതുവാകും. ഇനി ഇതിന് പറ്റാത്ത ആളെന്ന് ചെയ്യേണ്ടത് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അത് നോമ്പ് ഇൻസാക്കിന്റെ പ്രതീകമാണ്, നിയന്ത്രണത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ലക്ഷ്യങ്ങൾ ഓർക്കണം. വിവാഹത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ എങ്ങനെ കൊണ്ടുവന്ന റൂട്ട് എങ്ങനെ ക്ലിയർ ആക്കണം എന്നതിനെ പറ്റിയിട്ട് നമ്മള് കഴിഞ്ഞ 10 ആഴ്ചയിലേക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതൊരു അധികപ്പറ്റായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് ഈ വിഷയങ്ങളിൽ നമുക്കൊരു ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. പഴയകാല പ്രണയങ്ങളൊക്കെ ആലോചിച്ച് ഭാര്യയെ കബളിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മൾക്ക് ഈ ലക്ഷ്യം മനസ്സിലാക്കില്ല എന്നല്ല. ഭർത്താവിനെ കബളിപ്പിക്കുന്ന ഭാര്യമാരുണ്ടോ? ഗെറ്റ് ടുഗദർ എന്ന പുതിയ ഓമന പേരൊക്കെ ഇട്ടിട്ട് 1990-ലും 85-ലും ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴും അപ്പോഴും പഴയ പ്രണയബന്ധങ്ങൾ ഓർത്തു വെച്ച് അതിലൂടെ തിന്മകളുടെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. വേണ്ടെന്നല്ല, മീൻസ് ഈ പ്രോഗ്രാമുകളൊന്നും വേണ്ടെന്നല്ല, പറയുന്നതിന് നെഗറ്റീവ് എടുക്കരുത്. മറിച്ച് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ ടീം ഉയർന്നു വരികയാണ്. അതേപോലെ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം തോന്നുന്നത്, നമ്മുടെ മഹല്ല് കമ്മിറ്റികളൊക്കെ പ്രത്യേകിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. സോഷ്യൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ വെൽഫെയറിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണുകയും ഈ ഡാറ്റ കളക്ഷൻ ഒക്കെ എടുത്തിട്ട് നമ്മുടെ മഹല്ലിനകത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നതാണ്. ഒരുപക്ഷെ ആ ജോലി ആയിരിക്കും അവരുടെ വീട്ടിൽ ഒരു തടസ്സമായി മാറുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വാജിബായിട്ടും അതിലേക്ക് ഇടപെടാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അതേ ഹദീസിലും കണ്ട് പോലെ ഭാഗത്തെത്തണമെന്നുള്ളത്, അതുപോലെ ഇത് കാത്തിക്ക് എന്ന് പറഞ്ഞത് വാപ്പേൽക്കും ഉമ്മേൽക്കും മുടക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ സോഷ്യൽ വെൽഫെയറിന്റെ ഒക്കെ പ്ലാനിങ്ങിലേക്ക് വിവാഹപ്രായം എത്തിയ ചെറുപ്പക്കാരെ, അതിനൊക്കെ മുമ്പ് 10-22 വയസ്സൊക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാര് അവരുടെ ട്രേഡ് അനുസരിച്ച്, അവരുടെ അഭിരുചി അനുസരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കി പ്രത്യേകം, അത് നമ്മള് ഒരു സെക്ഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല, പള്ളിയുടെ ഒരു ഭാഗത്ത് അതിന് സ്പേസ് ഉണ്ടാവണമെന്നില്ല. എന്നാൽ കൃത്യമായ ഫോളോ അപ്പിന് വേണ്ടി ഇൻചാർജ് ഒക്കെ കൊടുത്ത് ആ അർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളെ കൃത്യമായി ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ അപ്പോ നാക്കിറായിട്ട് ഒരു അഫാഫ് ഉദ്ദേശിച്ച് നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് അള്ളാന്റെ ബാധ്യതയാണ്. ആ അള്ളാന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത്, ഭൗതികമായി ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. കാരണം അവർക്ക് ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന് പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഉണ്ട്. നമ്മൾ അങ്ങനെയല്ല, അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ജോലിക്ക് ആളെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മഹലിൽ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ആ അർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള നല്ല തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا للإسلام صلى الله على نبينا محمد وآله وصحبه أجمعين. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യാൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അൽ ഹയ്യ് എന്ന അള്ളാഹുവിന്റെ
ഉത്കൃഷ്ട നാമത്തെ കുറിച്ച് പരിചയപ്പെടുകയുണ്ടായി. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ ഹൈ എന്ന വിശേഷണത്തിലെ ബാക്കി വിശദീകരണങ്ങൾ ഇനി പറയുന്നില്ല. നമ്മൾ വളരെ കുറഞ്ഞ 2-3 പോയിന്റുകൾ മാത്രമാണ് എല്ലാ വിശേഷണങ്ങളിലൂടെയും പറയാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഖയ്യൂം കൂടി അതിനോട് ചേർത്തി തന്നെ വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അള്ളാഹു അൽ ഖയ്യൂമാണ്, അഥവാ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന, സ്വയമേ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. സ്വയമേ നിലനിൽക്കുന്ന, അതിനെ ഉപോത്ബലകമായിട്ടുള്ള ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി വന്നത് നമുക്ക് കാണാൻ കഴിയും. അസ്സമദ് അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ. അപ്പോ മറ്റൊരു പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മൾ കാണുന്ന സൃഷ്ടികൾ അതാണല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യൻ സ്വയം പര്യാപ്തരാണ് എന്നൊക്കെ പറയുന്ന അതേ മനുഷ്യൻ, അത് അവന്റെ കേവല ചിന്താഗതി മാത്രമാണെന്നുള്ളത് അവന് മുമ്പിൽ ഒരു പ്രതിസന്ധി വരുമ്പോ അനുഭവപ്പെടാൻ. എല്ലാം കൊണ്ടും തെളിഞ്ഞു എന്ന് നമ്മൾ തന്നെ മറ്റൊരാളെ കുറിച്ച് വിചാരിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനൊന്നും ചിന്തിക്കാനുള്ള വകുപ്പില്ല. കാരണം എന്താ പറയുക, എന്തെങ്കിലും അർത്ഥത്തിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുക, ഭക്ഷണം കഴിക്കാൻ കിട്ടാതാവുക എന്നുള്ളത് അയാൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയുന്നതല്ല. കാരണം അത്രയും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് തെരഞ്ഞു നിൽക്കുന്നതാണെന്നൊക്കെ വിചാരിക്കുക. എങ്കിലും അവിടെ എന്തുണ്ട്, ഒരു മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ആ ഒരു വിഷയം അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങളൊക്കെ താറുമാറാകാൻ പുതിയ കാലത്ത് ഒരു സെർവർ ഒന്ന് ഡൗൺ ആയാൽ നിസ്സാരമായ കാര്യമാണ്. അപ്പൊ സെർവർ ഡൗൺ ആയാൽ പോലും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അഭാവം ഉണ്ടായാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ നിരക്കുള്ള താളം തെറ്റിപ്പോകും. അപ്പൊ നമ്മൾ ആശ്രയം ആവശ്യമുള്ള ആളുകളാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആശ്രയം ആവശ്യമില്ല, സ്വന്തം ഇങ്ങനെ നിലനിൽക്കും. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് ആ അള്ളാഹുവിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമായ പടച്ചവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുമ്പോൾ സഹായം തേടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം, അല്ലാഹ് ഹയ്യാണ് ഖയ്യൂമാണെന്ന് ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് യാ ഹയ്യു യാ ഖയ്യൂമു, ഹയ്യേ ഖയ്യൂമേ ബിറഹ്മതിക അസ്തഗീസു, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട സഹായ ഘട്ടങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ബോധ്യമാവും. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയിലെ 8ാം ക്ലാസ്സിലേക്ക് ഇന്നലെ സെക്കൻഡ് ടേമിനൽ എക്സാമിന്റെ 2ാമത്തെ എക്സാം എഴുതാൻ വേണ്ടി പോയ കുട്ടികള് ഇന്ന് ഒരു എഴുതാൻ പോകാൻ കഴിഞ്ഞില്ല. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആശ്രയങ്ങൾ ആവശ്യമുള്ളവരാണ്. ഏറെക്കുറെ എല്ലാ ആശ്രയങ്ങളുള്ള കുട്ടികൾ തന്നെയായിരുന്നു അവര്. പക്ഷേ ആ എല്ലാ ആശ്രയങ്ങളും ഉള്ളതോടൊപ്പം തന്നെ ആ നിമിഷാർത്ഥം കൊണ്ട് ആക്സിഡന്റിൽ പെട്ട് ആ കുട്ടികൾ മുഴുവനും മരണത്തിന് പാത്രമാകുന്ന അവസ്ഥ ഉണ്ടായി. ജീവനോടെ അവർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അവരുടെ പൊതുദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ സ്കൂളിൽ നടക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെയും ജീവൻ രക്ഷക്ക് വേണ്ടിയിട്ട് നമുക്ക് ദ്വാ ചെയ്യാം. അള്ളാഹുവിന്റെ വിധി എത്തിയാൽ ആരും കാത്തു നിൽക്കൂല എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മളൊക്കെ അറിയാവുന്ന കാര്യം തന്നെ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങളെ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്തുകളെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിന് കൊടുക്കേണ്ടതായ വഖാറത്ത് കൃത്യമായി കൊടുത്ത് അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തരിൽ നാളെ നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുമാറാവട്ടെ. അറിഞ്ഞു പറയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ട് മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ രോഗത്തിന് യഥാർത്ഥ ശമനം നൽകി നാഥൻ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. കടകൊണ്ട് വലയുന്ന ആളുകളുടെ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിലൂടെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നാഥൻ അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, മക്കളുടെ കല്യാണ കാര്യങ്ങളിൽ എല്ലാത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ടെൻഷനും
അകറ്റി നല്ല ബന്ധങ്ങളെ ഞങ്ങളിലേക്ക് നീ വിട്ടുതരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين.